പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ഒരു ദൈവഭക്തൻ്റെ ആഴമായിട്ടുള്ള ദൈവത്തിലുള്ള ആശ്രയം. സങ്കീർത്തനം 11-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒരു ഭക്തൻ്റെ ആഴമായ ദൈവത്തിൻ്റെ ആശ്രയത്തെക്കുറിച്ച് ആ വചനത്തെ നമുക്ക് കാണുവാൻ കഴിയും. ആ വചനം ഇങ്ങനെയാണ്: ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ, നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്നു നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഈ സങ്കീർത്തനം ദാവീദ് എഴുതുവാനുള്ള സന്ദർഭം എന്ന് പറയുന്നത് ശൗലിൻ്റെയും അബ്സലോമിൻ്റെയും പ്രതികൂലങ്ങൾ, ഈ രണ്ട് ശത്രുവിൻ്റെ മേഖലയിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ആ മേഖലയിൽ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്താണ്, ഈ രണ്ട് മേഖലയുടെ നടുവിൽ ഭാരപ്പെടുന്ന സമയത്താണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത്. അപ്പോൾ തൻ്റെ സ്നേഹിതന്മാർ ദാവീദിനോട് വന്ന് പറയുകയാണ്, പക്ഷികൾ പർവ്വതങ്ങളിലേക്ക് ചെന്ന്, പർവ്വതങ്ങളിലെ ഗുഹകളിലും പർവ്വതങ്ങളിലുമൊക്കെ ചെന്ന് പക്ഷികൾ അഭയം പ്രാപിക്കുന്നത് പോലെ നീ പക്ഷിയെപ്പോലെ പറന്ന് രക്ഷപ്പെടത്തക്കവണ്ണം ഏതെങ്കിലും പർവ്വതങ്ങളും ഗുഹകളിലും ചെന്ന് നീ അഭയം പ്രാപിച്ചാൽ ഒരുപക്ഷെ നിനക്ക് രക്ഷപ്പെടുവാൻ കഴിയും, ശത്രുവിൻ്റെ ഭാഗത്തു നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ദാവീദിനോട് തൻ്റെ സ്നേഹിതർ പറയുമ്പോൾ, ഈ 1-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് ഒരു പക്ഷി അഭയം പ്രാപിക്കുവാൻ, രക്ഷപ്പെടുവാൻ, പർവ്വതങ്ങളിലേക്ക് പറന്നുപോയി രക്ഷപ്പെട്ട് അഭയം പ്രാപിക്കുന്നത് പോലെ ഒരു ദൈവഭക്തനായ ഞാൻ പക്ഷിയെപ്പോലെ പർവ്വതങ്ങളിൽ ഒളിച്ച് ഭയപ്പെട്ട് ഓടണമോ? അങ്ങനെ ഒരിക്കലും സാധ്യമല്ല. കാരണം ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത്, ഞാൻ ശരണമാക്കിയിരിക്കുന്നത് സർവശക്തനായ ഉയരത്തിലെ ദൈവമാണ്. ആമേൻ. അത് 1-ാം വാക്യത്തിൽ ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവിൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഞാനൊരു പക്ഷി പറന്നുപോയി രക്ഷപ്പെടുവാൻ അഭയം പ്രാപിച്ച് പർവ്വതങ്ങളിൽ പോകുന്നത് പോലെ അങ്ങനെ പോകുവാനല്ല ദൈവത്തിൻ്റെ ഭക്തന്റെ ജീവിതത്തിൽ ക്രിസ്തുവെന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ശരണം പ്രാപിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷിയെപ്പോലെ ശത്രുവിനെ കണ്ട് പേടിച്ചോടുന്നത് ഞാൻ എങ്ങനെയാണ്? കാരണം ഞാൻ ശരണമാക്കിയിരിക്കുന്നത്, അതായത് ഞാൻ ആഴമായി ആശ്രയം വെച്ചിരിക്കുന്നത്, ഞാൻ ആഴമായി വിശ്വസിച്ചിരിക്കുന്നത് എൻ്റെ ഉയരത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ആമേൻ. അതുകൊണ്ട് ഒരു പക്ഷിയെപ്പോലെ ഞാൻ പറന്നു പോകേണ്ട കാര്യമില്ല എന്നാണ് ദാവീദ് ഈ പാട്ടിലൂടെ നമ്മെ ഉണർത്തുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഉണർത്തുന്നത്. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുന്നത് സ്ഥിരമാനസന്റെ സങ്കീർത്തനം, അതായത് വിഷയങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തൻ്റെ മനസ്സ് തളർന്നു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, താൻ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരു ഭക്തൻ സ്ഥിരതയോടുകൂടെ, ഉറപ്പോടുകൂടെ, ധൈര്യത്തോടുകൂടെ ദൈവാശ്രയത്തിൽ ഉറച്ചു നിൽക്കുന്നത്, അതായത് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. താൻ ശരണം പ്രാപിച്ചിരിക്കുന്നത് ആരെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ദാവീദ് ദൈവത്തോട് പാടുകയാണ്. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും പോരുകളും പോരാട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ട് ഓടി ഒളിക്കാനല്ല, ആ പ്രതികൂലങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനല്ല. അതുകൊണ്ടാണ് ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ അനുഗ്രഹമായി പാടുന്നുണ്ട്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചൊല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. അതായത് പ്രതികൂലങ്ങൾ വരുമ്പോൾ,
പ്രതിസന്ധികൾ പർവ്വതം പോലെ വരുമ്പോൾ, അതായത് ശത്രുവായവൻ പടക്കൂട്ടം പോലെ വരുമ്പോൾ, ഞാൻ അതിൻ്റെ മുന്നിൽ ഭയപ്പെട്ടു പോകത്തില്ല. ശരണമാക്കിയിരിക്കുന്ന ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞാൻ ആ പ്രതിസന്ധികൾ, ആ പടക്കൂട്ടത്തിൻ്റെ മുന്നിൽ അതിനെ തോൽപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് മുന്നിലോട്ട് ഓടി ജയത്തോടെ മുന്നോട്ട് പോകും. എൻ്റെ മുന്നിൽ വരുന്ന പ്രതികൂലത്തിൻ്റെ മതിൽ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ആ മതിലുകളെ പൊളിച്ചുകൊണ്ട് ഞാൻ ജയത്തോടെ, ജയാളിയായ ക്രിസ്തുവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞാൻ ജയത്തോടെ ഓടും, മുന്നിലേക്ക് ഓടും. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞാനും നിങ്ങളും പ്രതിസന്ധികളും പ്രതികൂലമായ പടക്കൂട്ടം പോലെ നമുക്ക് മുന്നിൽ വരുമ്പോഴും, പ്രതികൂലമായ മതിലുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോഴും നമ്മൾ അതിനെ കണ്ട് ഭയപ്പെട്ട് പുറകോട്ടോടുകയോ, രക്ഷപ്പെടാൻ ഈ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം തന്നെ പറയുകയാണ്, പക്ഷികൾ രക്ഷപ്പെടുവാൻ പർവ്വതങ്ങളിലേക്ക് പറന്നു പോകുന്നത് പോലെ ഒരു ഭക്തൻ രക്ഷപ്പെടുവാൻ പറന്നുപോയി അഭയം പ്രാപിക്കേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തു വന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ച് ദൈവത്തിൽ ശരണം പ്രാപിച്ച് ആശ്രയം വെച്ച് വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു ഭക്തൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പോരുകളും പോരാട്ടങ്ങളും ശത്രുഗണങ്ങളും നമുക്ക് പ്രതികൂലമായിരിക്കുന്ന മതിലുകളും മതിൽക്കെട്ടുകളും ചെങ്കടലുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവഭക്തരായ നമ്മൾ അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ശരണം പ്രാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അതിനെ ചാടിക്കിടക്കാനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും. തിരുവചനത്തിൽ നെഹമ്യാവ് എന്ന ദൈവഭക്തൻ തൻ്റെ ജീവിതത്തിലെ ദൗത്യം ദൈവം വിളിച്ചു. യെരുശലേമിന്റെ മതിലുകളെ പണിയുവാൻ അവിടെ നിന്ന് പുറപ്പെട്ട്, ഹല്ലേലൂയ, ആക്കി വെച്ചിരുത്തുന്ന ഇടത്തു നിന്ന് പുറപ്പെട്ട് യെരുശലേമിന്റെ പൊളിഞ്ഞു കിടന്ന മതിൽ പണിയാൻ കടന്നു വരുമ്പോൾ തനിക്ക് വിരോധമായി ശത്രു സൈന്യങ്ങൾ എഴുന്നേറ്റു. സമ്പല്ലത്തും തോബിയാവും പല രീതികളിലും വ്യത്യസ്ത രീതികളിലും രൂപങ്ങളിലും ഈ മതിൽ താൻ പണിയാൻ പാടില്ല എന്ന് പറഞ്ഞ് തനിക്കെതിരെ ശത്രു സൈന്യം വന്നു. പക്ഷേ അവിടെയൊന്നും നെഹമ്യാവ് ഭയപ്പെട്ടു പോയില്ല. കേട്ടോ, കാരണം വിളിച്ചവനായ ദൈവം വിശ്വസ്തനാണ്. താൻ ആശ്രയം വെച്ച് ശരണം പ്രാപിച്ച് വന്നിരിക്കുന്നത് ആരിലാണ് എന്ന് നെഹമ്യാവിന് ഉറപ്പുണ്ട്. എന്നാൽ ശത്രു സൈന്യം തന്നോട് വന്നു പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്ന് തന്നോട് പറയുമ്പോൾ നെഹമ്യാവ് പറയുന്ന മറുപടി, എന്നെ പോലുള്ള ഒരുവൻ ഓടിപ്പോകുമെന്നാണോ? ഒരിക്കലുമില്ല. കാരണം ദൈവശബ്ദം കേട്ട് ദൈവത്തിൽ ആശ്രയം വെച്ച് ലക്ഷ്യം മുന്നിൽ ഉറപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു ദൈവഭക്തൻ ഒരിക്കലും ഒരു മാനുഷ്യ ശബ്ദത്തിനോ ഒരു പൈശാചിക ശക്തികൾക്കോ ഒരു ശത്രുഗണത്തിനോ തോറ്റുപോകത്തില്ല. കാരണം ദൈവത്തിൽ ആശ്രയം വെച്ച് ആരെയാണ് ശരണമാക്കിയിരിക്കുന്നു എന്ന് ഒരു ഭക്തന് ഉറപ്പുണ്ട്. ആ ഉറപ്പ് പ്രാപിച്ചിരിക്കുന്ന ഭക്തനെ വിടുവിക്കുന്ന ഒരു മാനുഷ്യ കരമല്ല, മറിച്ച് ദൈവത്തിന്റെ കരമാണ്. ഹല്ലേലൂയ. നെഹമ്യാവ് പറഞ്ഞു, എന്നെ പോലുള്ള ഒരുവൻ ഈ ശത്രുവിനെ കണ്ട് ഓടിപ്പോകുമെന്നാണ്. ഒരിക്കലും സാധ്യമല്ല. കാരണം ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നത് ഉയരത്തിലെ ദൈവത്തിലാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ടും എനിക്ക് ഉറപ്പുണ്ട്, വ്യക്തതയുണ്ട്. ഈ മതിൽ പണിയുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് ലക്ഷ്യബോധമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ശത്രുവിനെ കണ്ട് എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമെന്നാണോ? ഒരിക്കലുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും വ്യത്യസ്തപരമായിട്ടാണ് ശത്രു സൈന്യം നമ്മുടെ ചുറ്റും പാളയമിറങ്ങുന്നത്. അവൻ വ്യത്യസ്ത രീതിയിലായിരിക്കും എഴുന്നേറ്റ് വരുന്നത്, വ്യത്യസ്ത ഭാവങ്ങളിലായിരിക്കും. ഭീഷണി നമ്മളെ മുഴക്കാം, എതിരുകൾ ഉണ്ടാകാം, എതിർപ്പുകൾ ഉണ്ടാകാം. നീ മിണ്ടരുതെന്ന് പറയാം, നീ ഇത് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയാം. വ്യത്യസ്തപരമായ അപവാദങ്ങൾ നമ്മളെ കുറിച്ച് പറയാം, പല കള്ളങ്ങൾ നമ്മെ കുറിച്ച് പറഞ്ഞുണ്ടാക്കാം. പക്ഷേ ദൈവത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരു ഭക്തന് ആഴമായ ഒരു ലക്ഷ്യമുണ്ട്, ഉറപ്പുണ്ട്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴി വെച്ച് വിട്ടേച്ച് പോകത്തില്ല. അതുകൊണ്ട് എന്നെ വിളിച്ചിരിക്കുന്ന എന്തിനാണ് എൻ്റെ ദൈവം ആക്കി വെച്ചിരിക്കുന്നു എന്നും എന്നെക്കുറിച്ച് ദൈവത്തിന്റെ പ്ലാനിങ് എന്താണെന്നും എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. ആർക്ക്? ഒരു ദൈവഭക്തൻ. ആഴമായി
ദൈവത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരു ദൈവഭക്തന് ഒരു ലക്ഷ്യമുണ്ട്, ഉറപ്പുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്നും ആ ഉറപ്പിൽ നിന്നും പിന്തിരിച്ചു കളയുവാൻ ഒരുപക്ഷെ നമ്മുടെ പ്രാണ സ്നേഹിതർ പോലും നമുക്ക് വിരോധമായി ചലിക്കാം, നമുക്ക് വിരോധമായി സംസാരിക്കാം. പക്ഷെ അവിടെയൊന്നും ഒരു ദൈവഭക്തൻ പതറിപ്പോകരുത്, പേടിച്ചു പോകരുത്, അധൈര്യപ്പെട്ടു പോകരുത്. ശരണമാക്കിയിരിക്കുന്ന ക്രിസ്തു എന്ന പാറമേ നീ ഉറച്ചു നിൽക്കുക. യഹോവ എന്ന യാഗിൻ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. അതേ പ്രിയ ദൈവമക്കളെ, നീ തളർന്നു പോകേണ്ടവനല്ല, നീ ഭാരപ്പെട്ടു പോകേണ്ടവനല്ല, ശത്രുവിനെ കണ്ട് ഭയപ്പെട്ട് ലജ്ജിച്ച് പേടിച്ചോടുവാനല്ല. ഈ സങ്കീർത്തനത്തിന്റെ 11:1 വ്യക്തമായിട്ട് ദാവീദ് പറയുന്നു, യഹോവയിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ഞാൻ ഒരു പക്ഷിയെപ്പോലെ പറന്ന് പേടിച്ച് അഭയം പ്രാപിക്കുവാൻ പർവ്വതങ്ങളിൽ പറന്നു പോകണമെന്നാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? ഒരിക്കലുമല്ല. ഞാൻ ആശ്രയം വെച്ചിരിക്കുന്ന, ശരണമാക്കിയിരിക്കുന്ന കർത്താവിനെ വിടിവിപ്പാൻ ശക്തനാണ്. അതുകൊണ്ട് ഞാൻ ഭയപ്പെട്ടു ഓടുവാനുള്ളവനല്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിർദ്ദേശം ലഭിച്ച് ചില പ്രതികൂലങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാൻ ദൈവാത്മാവ് നമുക്ക് നിർദ്ദേശം നൽകും. ആ നിർദ്ദേശപ്രകാരം ചിലരിൽ നിന്നും അകന്നിരിക്കാം, ചിലരിൽ നിന്നും മാറിയിരിക്കാം, ചിലരിൽ നിന്ന് നമ്മൾ മിണ്ടാതെ ഇരിക്കാം. അത് ദൈവത്തിന്റെ പ്ലാനിങ് പ്രകാരം ദൈവത്തിന്റെ ആത്മാവ് നിർദ്ദേശിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു ശത്രുവിനെ ഭയപ്പെട്ട് ദൈവം നമ്മിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും എന്നിലും നിങ്ങളിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൗത്യങ്ങളിൽ ചെയ്യരുതെന്ന അസൂയയുടെ മണ്ഡലങ്ങളും ശത്രുവിന്റെ പക്ഷങ്ങളും വാദിക്കുമ്പോൾ അത് കണ്ട് ഭയപ്പെട്ട ഒരു പക്ഷിയെപ്പോലെ പേടിച്ചോടി എവിടെയെങ്കിലും ചെന്ന് ഒതുങ്ങി ഒളിച്ചു പാർക്കുവാനുള്ളവനല്ല ഒരു ദൈവഭക്തൻ. ഒരു ദൈവഭക്തന്റെ ആഴമായ വിശ്വാസം ആമേൻ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ആഴമായിട്ട് ദൈവത്തിലുള്ള ശരണം, ആഴമായിട്ടുള്ള ദൈവത്തിലുള്ള ആശ്രയമാണ് ജീവിതത്തിന്റെ ഏതൊരു പ്രതിസന്ധിയിലും ഒരു ദൈവഭക്തനെ ജയിപ്പാൻ കൃപ നൽകുന്നതും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങൾ വ്യത്യസ്തപരമായിട്ടാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ദാവീദിന് വ്യത്യസ്തപരമായിട്ടുള്ള പ്രതികൂലമാണ് ഉണ്ടായത്. പക്ഷേ അവിടെയൊന്നും ദാവീദ് പതറിപ്പോകുന്നില്ല. അതാണ് 18-ാം സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായി പറയുന്നത്, നിന്നാ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. അതേ പ്രിയപ്പെട്ടവരെ, നിന്നിൽ അഭിഷേകത്തിന്റെ നിറമുണ്ടോ? പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ നേരായി കറക്റ്റായിട്ടുള്ള വഴികൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് വലതും ഇടതും മുമ്പും പിമ്പുമുള്ള ശത്രു സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് ഓടി ഒളിക്കേണ്ടവനല്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സംശയം ഉണ്ടാകും, ഏലിയാ പ്രവാചകൻ ഒളിച്ചതെന്ന് പാർത്തു. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിന്റെ ചില നിയോഗപ്രകാരം ദൈവം ചിലരോട് ചില സമയത്ത് ഒന്ന് മറഞ്ഞിരിക്കാൻ പറയും. അത് ദൈവത്തിന്റെ പ്രവൃത്തികൾക്കാണ്. അല്ലാതെ ശത്രുവിനെ കണ്ട് ഭയപ്പെടുവാനല്ല ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഏത് പ്രതികൂലങ്ങളിലും ജയിച്ചു കയറുവാൻ. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആര്? കർത്താവായ യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ജയമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ തോൽക്കുന്നവരല്ല, നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. അതുകൊണ്ട് പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഭയപ്പെട്ട് ഓടുവാനല്ല, ആ ശരണമാക്കിയിരിക്കുന്ന ക്രിസ്തുവിൽ നീ ഉറച്ചു നിൽക്കുക. വ്യത്യസ്തപരമായ എതിരുകളും എതിർപ്പുകളും ശത്രുഗണം നിനക്ക് മുന്നിലും പിന്നിലും വലതും ഇടതും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നീ ഭയപ്പെടേണ്ട. ആ കർത്താവായ യേശുവിൽ ശരണം പ്രാപിക്ക്. ആഴമായിട്ട് നീ ഉറയ്ക്ക്. ആഴമായിട്ട് നിന്റെ ഹൃദയം ക്രിസ്തു വിശ്വാസത്തിൽ ഉറപ്പിക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശത്രുവിന്റെ മണ്ഡലങ്ങൾ നിന്നിൽ നിന്ന് ഇടറി വീഴും. ഹല്ലേലൂയ. ശത്രു നിന്നിൽ നിന്ന് ഇടറി വീഴും. നീ ലജ്ജിക്കുവാൻ അനുവദിക്കത്തില്ല. അതാണ് 34-ാം സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. യഹോവയിൽ ശരണമാക്കി ആഴമായി അടിയുറച്ചു നിൽക്കുന്ന ഒരു ഭക്തന്റെ തിരുമുഖം, ഒരു ഭക്തന്റെ മുഖം ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഭീഷണികളും പ്രതികൂലങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കാം. ഇതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മെ നടത്തുന്ന ആ ക്രിസ്തുവിൽ നിങ്ങൾ ശരണം പ്രാപിക്കുക. ആ ക്രിസ്തുവിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. സർവശക്തനായ ദൈവം
നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ പ്ലാനിങ് എന്താണോ അത് തന്നെ നടക്കും. ശത്രു എങ്ങനെ വാദിച്ചാലും അവൻ തോറ്റുപോകും. ശത്രു സൈന്യം ഇടേറി വീഴുമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ സ്തോത്രം ഹല്ലേലൂയ 10-11 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ശത്രു സൈന്യം ഇടേറി വീഴുമെന്നാണ്. ഹല്ലേലൂയ. മഹാവീരനായ ദൈവം നമ്മോടുകൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ജയമുണ്ട്. ശത്രു ഇടേറി വീഴുമെന്നാണ്. എന്നെയും നിന്നെയും നശിപ്പിക്കാനും തോൽപ്പിക്കുവാനും നിന്ദിക്കുവാനും പഠിക്കുവാനും പരിഹസിക്കുവാനും ഒരു കൂട്ടം സമൂഹം, ശത്രുവിന്റെ കൂട്ടം നമ്മുടെ മുന്നിൽ എഴുന്നേറ്റാലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആമേൻ. നമ്മൾ ആരിലാണ് ശരണം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ള ദൃഢനിശ്ചയം, ഉറപ്പും ആഴമായ വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രകാരം ആത്മാവ് നയിക്കുന്നത് പോലെ നീ മുന്നോട്ട് പോകുക. സർവശക്തനായ ദൈവം നിനക്ക് ജയം തന്നെ നൽകും. നീ തോൽക്കയില്ല, നീ ജയിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഒരിക്കൽ ഒരു കർത്താവ് യേശുവിൽ വിശ്വസിച്ച് കുടുംബമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബം, ഒരു വിശ്വാസിയായ ഒരു മകൻ. ആ മകന്റെ ജീവിതത്തിൽ അവർക്കൊരു ചെറിയ ഭവനമുണ്ട്. ഒരു ചെറിയ ഭവനമാണ്, അല്പസ്ഥലമേ ഉള്ളൂ. പക്ഷേ അതിനെ ഒന്ന് ഭദ്രമാക്കി നന്നായിട്ടിടണമെന്ന് ആഗ്രഹിച്ച് 4 ചുറ്റും ഒരു മതിൽ കെട്ടുവാൻ തീരുമാനിച്ചു. ദൈവത്തിൽ ആശ്രയം വെച്ച് ശരണം പ്രാപിച്ച് വളരെ ന്യായമായി നീതിയോടുകൂടെ ആ മതിൽ കെട്ടുവാൻ ആരംഭിച്ചു. പക്ഷേ അസൂയ കൊണ്ട് ശത്രു സൈന്യത്തിന് ഒത്തിരി വസ്തുക്കളും ഒത്തിരി ഭൂമിയും ഒത്തിരിയൊക്കെ വിശാലത ഉള്ളവർക്ക് ചെറിയ ചെറിയ പാവപ്പെട്ടവരെ കാണുമ്പോൾ വളരെ അസൂയകളാണ്. അവർ നന്നാകുന്നത് ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ദൈവത്തിൽ ആശ്രയം വെച്ച ആ ദൈവഭക്തൻ വളരെ ന്യായമായിട്ട് തൻ്റെ വീട്ടിന് ചുറ്റും മതിൽ കെട്ടി ഭദ്രമാക്കുവാൻ നോക്കി. പക്ഷേ ശത്രു സൈന്യത്തിന് അസൂയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലായിരിക്കാം, പക്ഷെ നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ ഓർക്കുമ്പോൾ ശ്രേഷ്ഠകരമാണ്. എന്തുകൊണ്ട്? ആ ക്രിസ്തുവിൽ നീ പൂർണ്ണമായി ശരണം പ്രാപിച്ചാൽ ഒരു ഭക്തൻ ശത്രുവിന്റെ മുന്നിൽ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ആ മകൻ മതിൽ കെട്ടുവാൻ തുടങ്ങി. ഒത്തിരി വിമർശനങ്ങൾ ഉണ്ടായി, പ്രതികൂലങ്ങൾ ഉണ്ടായി. ആ ജോലിയെ തടസ്സം ചെയ്യുവാൻ വന്നു. എതിരായി പല കള്ളങ്ങളും ഉണ്ടാക്കി. പക്ഷേ സർവശക്തനായ ദൈവം ദൈവത്തിൽ ആശ്രയം വെച്ച് ശരണം വെച്ച് ന്യായമായി നീതിയോടുകൂടെ ചെയ്യുവാൻ ആരംഭിച്ച ആ വിശ്വാസിയായ ദൈവമകനെ സർവശക്തനായ ദൈവം വിടിവിപ്പാനിടയായി. ആ മകൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഈ പണി നിർത്തുക, ഇത് തുടങ്ങണ്ട, ഹല്ലേലൂയ, അവർ നശിപ്പിച്ചു കളയും. ആ മകൻ പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ന്യായമായിട്ടും നീതിയോടുകൂടെയാ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും ഒരു ചെറിയ മതിൽ കെട്ടുന്നത്. അത് സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ടാണ്. ആ ദൈവം എനിക്ക് പൂർത്തീകരിച്ചു തരും. ഈ ശത്രുവിനെ കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. നമ്മുടെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പല വിമർശനങ്ങൾ, പ്രതികൂലങ്ങൾ ആ മകനുണ്ടായി. പക്ഷേ ഗവൺമെന്റിൽ നിന്നും എല്ലാ അധികാരിയിൽ നിന്നും ആ മകന് അനുകൂലമായിട്ടുള്ള ഹല്ലേലൂയ, എല്ലാവരും അനുകൂലമായി തന്നോട് കൂടെ നിന്നു. സർവശക്തനായ ദൈവം ആ മകന്റെ ജീവിതത്തിൽ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്തു. അതെ, ആ പ്രിയ മകൻ ഒരിക്കലും അവനെതിരായിട്ട് ന്യായമില്ലാത്ത കാര്യത്തിൽ ന്യായമല്ലാതെ ആ മകനെതിരായിട്ട് വന്നപ്പോൾ ആ മകൻ പറഞ്ഞു, ഞാൻ ഭയപ്പെട്ട് ഇതിനെ നിർത്തിയില്ല, ഭയപ്പെട്ട് ഞാനിത് ഇനി ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് ഈ ശത്രുവിനെ കണ്ട് ഞാൻ പേടിച്ചിട്ടേച്ചു പോകത്തില്ല. അതേ പ്രിയ ദൈവമക്കളെ, നമ്മൾ ശരണമാക്കിയിരിക്കുന്ന കർത്താവിൽ നീ പൂർണ്ണമായി ഉറച്ചു നിൽക്ക്. നമുക്ക് ചുറ്റും വ്യത്യസ്ത രീതിയിൽ അസൂയകൾ കൊണ്ടോ നന്നാകാൻ അനുവദിക്കാതെയോ ഏതൊക്കെ രീതിയിൽ ശത്രു സൈന്യം വ്യത്യസ്ത രീതിയിൽ പല വിമർശനങ്ങളും കള്ളങ്ങളും ഉയർത്തി തടയുവാൻ നോക്കുമ്പോൾ നീ ശരണമാക്കിയിരിക്കുന്ന ക്രിസ്തുവിൽ ആഴമായി ഉറച്ചുകൊണ്ട് ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ വിശ്വസ്തയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ ഓരോ സ്റ്റെപ്പുകൾ നീ ചെയ്താൽ മതി. സർവശക്തനായ ദൈവം നിനക്ക് തുണയായും താങ്ങായും തണലായും ഇരിക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, പക്ഷികളെപ്പോലെ പർവ്വതങ്ങളിൽ പേടിച്ചു ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനല്ല, ഞാൻ ശരണമാക്കിയിരിക്കുന്ന സർവശക്തനായ ദൈവത്തിലാണ് ഞാൻ ശരണമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ശത്രുവിനെ കണ്ട് ഞാൻ ഭയപ്പെട്ട് ഓടുകയില്ല. എൻ്റെ സർവശക്തനായ ദൈവം എന്നെ വിടിവിപ്പാൻ ശക്തനാണ്. ചില സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗപ്രകാരമൊക്കെ ദാവീദ് മറഞ്ഞിരുന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ പ്ലാനിങ് ആണ്.
പക്ഷെ എപ്പോഴും ശത്രുവിനെ കണ്ട് താൻ പേടിച്ചോടിയില്ല. ഹല്ലേലൂയ. കാരണം താൻ ശരണം പ്രാപിച്ചിരിക്കുന്ന ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും മാനുഷ്യമായോ പൈശാചിപരമായ വെല്ലുവിളികൾ ഭയപ്പെട്ടു പോകുകയില്ല. ആശ്രയം വെച്ചിരിക്കുന്ന ക്രിസ്തുവിലാണെങ്കിൽ നീ ധൈര്യത്തോടെ നിൽക്ക്. സകല പ്രതിസന്ധികളെ ജയിക്കുവാൻ ഒരു ദൈവഭക്തനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഭീഷണികളോ പ്രതികൂലങ്ങളോ പോരുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. ശരണമാക്കിയിരിക്കുന്ന ക്രിസ്തുവിൽ നീ ഉറച്ചു നിൽക്ക്. നീ ധൈര്യത്തോടെ നിൽക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. നീ തോൽക്കയില്ല. നിനക്ക് ജയം നൽകുന്ന മഹാവീരനായ ദൈവം എന്നോടും നിന്നോടും കൂടെയുണ്ട്. ശത്രു ഇടറി വീഴും. ഹല്ലേലൂയ. ഈ തിരുവചന പ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങൾ ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ട. ക്രിസ്തുവിൽ നീ ആഴമായി ഉറച്ചു നിൽക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകും. ഏതെങ്കിലും മേഖലയിൽ ശത്രുവിന്റെ ഭീഷണിയിൽ നിങ്ങൾ ആരെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ഈ ശബ്ദം കേൾക്കുന്നവർക്കായി സ്തുതിക്കുന്നു. ഒരു ശത്രുഗണത്തെ കണ്ട് ഭയപ്പെടുവാനല്ല, ധൈര്യത്തോടെ ക്രിസ്തുവിൽ ഉറച്ചു നിന്ന് ജയത്തോടെ മുന്നേറുവാൻ ഈ ദൈവജനത്തെ സഹായിക്കണം. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ലഭിക്കട്ടെ. സാമ്പത്തിക മേഖലയിൽ ഭാരപ്പെടുന്നവർക്ക് വിടുതൽ ലഭിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.